എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അവൽ പഴം മിക്സാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് പഴം കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ പഴം നന്നായിട്ട് ഇട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഒരുപാട് പഴുത്ത പഴമോ അല്ലെങ്കിൽ മീഡിയം സൈസായിട്ടുള്ള പഴമോ നമുക്കെടുക്കാം. ഏതാണെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് അളവിൽ ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കരയും വെള്ളവും കൂടെ ചേർത്ത് പാനിയാക്കിയതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഇതിൻ്റെ അളവൊക്കെ ഒന്ന് കുറഞ്ഞ് പഴത്തിൽ നന്നായിട്ട് നമ്മുടെ ശർക്കര മിക്സ് ആവണം. അപ്പോൾ അത് ആ ശർക്കരയുടെ നീരൊക്കെ നല്ല പോലെ വലിച്ചെടുക്കും. ആ ഒരു പരുവാവുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേങ്ങ ചേർക്കുമ്പോൾ കുറച്ചും കൂടി സ്വാദ് കൂടും. അതാണ് അതിൻ്റെ ആ ഒരു രീതി. പിന്നെ നമുക്കിതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ 1/2 കപ്പ് അളവിലാണ് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരപ്പാനിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കായും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് ചൂടോടെയോ ചൂടാറിയിട്ടോ കഴിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.